എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നച്ചുകയെ കാണിക്കുന്നു. അവൾ അവളുടെ ബീസ്റ്റിനെ റെഡിയാക്കി ഇപ്പൊ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ ഇപ്പൊ സുമറുവും സ്റ്റാർ വില്ലേജിലുള്ള എല്ലാവരും അവിടേക്ക് എത്തും. സുമറുവെ കാണുമ്പോ ഇപ്പൊ നക്ഷുകി പഴയ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവസാനമായിട്ട് ചെറുപ്പത്തില് അവനവന്റെ പപ്പയും അമ്മയും കാണുമ്പോ അവനോട് പറയും, ഞങ്ങൾ പോയിട്ട് വേഗം വരാം, ഒരു മിഷന് വേണ്ടി ഞങ്ങൾ പോവാണെന്ന് പറയുമ്പോ അവനാവട്ടെ ഇപ്പൊ കരഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ഓടും. അവൾ ആ ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പൊ പ്രസന്റില് സുമറുവെ കാണുമ്പോ നക്ഷുകി ഉടനെ നിലവിളിക്കും, സുമറു ഓടിക്കോ. പക്ഷേ വില്ലൻ അവൻ അപ്പോഴേക്കും അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സുമറുവെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യും. അതേസമയം കുട്ടപ്പനാവട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇപ്പൊ മേലെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഹൊഗൂട്ട് ദേഷ്യപ്പെട്ട് പറയും, അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് ലീ പറയും, നീ ഒരു ഗ്രാമത്തിന്റെ തന്നെ ഒക്കാകെയാണ്, മാത്രമല്ല ഒരു മാസ്റ്ററും. ജനങ്ങളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉള്ളതിന് നീ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ വലിയ തെറ്റുകാരൻ തന്നെയാണെന്ന് ഇപ്പൊ ലീ ആവട്ടെ അടിച്ചു പറയും. അതിന് വില്ലൻ പറയും, ഞാൻ ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ തന്നെ ചെയ്തത്. ഗ്രാമത്തിലെ സ്റ്റാർ അത് മോഷ്ടിക്കാൻ ശ്രമിച്ച ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അവനിപ്പോ അടിച്ചു പറയും. അതിന് സ്റ്റാർ വില്ലേജിലുള്ളവർ ചോദിക്കും, പിന്നെ എന്തിന് നീ സുമറുവിനെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തി? അപ്പൊ കുട്ടപ്പൻ അവിടേക്ക് വന്ന് ഇപ്പൊ നിലവിളിച്ചു പറയും, നക്ഷുകി മറ്റാരുമല്ല, സുമറുവിന്റെ അമ്മയാണ് നക്ഷുകി. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ സുമറുവും ഗ്രാമത്തിലുള്ള എല്ലാവരും ഷോക്കായി നിൽക്കും. അതിന് വില്ലൻ വെറി പിടിച്ചു പറയും, ഇവള് സുമറുവിന്റെ അമ്മയാണെങ്കിലും ഇവള് ചെയ്തത് അത് വലിയ തെറ്റാണ്. ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ് ആ ഒരു സ്റ്റാർ, അത് അടിച്ചു മാറ്റി ഇവള് തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടവള് തന്നെയാണ്. അതിന് കുട്ടപ്പൻ വീണ്ടും പറയും, അവളത് അടിച്ചു മാറ്റിയത് ആ ഒരു പ്രാക്ടീസ് അത് നിർത്തിവെക്കാനാണ്. സ്റ്റാർ പ്രാക്ടീസ് തുടർന്നാല് തീർച്ചയായിട്ടും ഗ്രാമത്തിലുള്ള എല്ലാവരും മരിച്ചു പോവും. അതിന് വില്ലൻ വിടാതെ പറയും, ട്രെയിനിങ് എടുത്ത് മരിക്കുന്നത് അത് ഗ്രാമത്തിന് അഭിമാനമാണ്. ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമ്മുടെ ഗ്രാമത്തിനും വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാവുള്ളൂ. മാത്രമല്ല അതിലൂടെ മാത്രമേ നമ്മുടെ ഗ്രാമത്തിലും ഒരുപാട് ഷിനോബി ഉണ്ടാവുകയുള്ളൂ. അതല്ലേ ശരിയെന്ന് ആ വില്ലൻ സുമറുവിനോട് ചോദിക്കുമ്പോ അവനാവട്ടെ അത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് സ്വന്തം കഴുത്തിൽ വെക്കും. എന്റെ ഗ്രാമത്തിനു വേണ്ടി എന്റെ ജീവൻ പോലും നൽകാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് സുമറു ആവട്ടെ അങ്ങനെ നിൽക്കും. സുമറു പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ നെജിക്ക് എന്തോ ഒരു സംശയം തോന്നും. നെജി അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് ഇപ്പൊ സുമറുവെ ചെക്ക് ചെയ്യുമ്പോ അത് മുഴുവൻ പറയുന്നത് സുമറുവല്ല, മറിച്ച് ആ വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സുമറുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. വില്ലൻ കത്തിയെടുത്ത് ഇപ്പൊ സുമറുവിന്റെ നേരെ നീട്ടി നിൽക്കും. എന്നിട്ട് അവളോട് പറയും, ആ സ്റ്റാർ അത് തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മകനെ ഞാൻ കൊന്നുകളയും. അത് കണ്ട് പേടിച്ച് വേറൊരു വഴിയില്ലാതെ നക്ഷുക ആവട്ടെ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ പവർ എടുത്ത് ആ ഒരു സ്ഥലം തന്നെ ഇളക്കി മറിച്ച് അവളുടെ ഭർത്താവിന്റെ കല്ലറ തുറന്ന് ആ ഒരു സ്റ്റാർ അങ്ങനെ തന്നെ എടുത്ത് ഇപ്പൊ വില്ലന്റെ കയ്യിൽ കൊടുക്കും. അവക്കാണെങ്കിൽ ഇപ്പോ പവറും ഇല്ല, ഒന്നും ചെയ്യാനും കഴിയാതെ അങ്ങനെ താഴേക്ക് വീഴും. വില്ലനാവട്ടെ ആ ഒരു സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ശിങ്കടികൾക്ക് പവർ കൊടുക്കും. എന്നിട്ട് വലിയൊരു ബീസ്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നക്ഷുകയെ അങ്ങനെ തന്നെ ബീസ്റ്റിനെ ഉപയോഗിച്ച് ഇപ്പൊ നശിപ്പിക്കാൻ ശ്രമിക്കും. കുട്ടപ്പൻ ഒരുപാട് ഒച്ച വെച്ച് അലറുമെങ്കിലും അതൊന്നും തന്നെ അവൻ കേൾക്കാൻ തയ്യാറാവില്ല. അവനിപ്പൊ പതിയെ അവളുടെ പവർ അബ്സോർബ് ചെയ്ത് അങ്ങനെ താഴേക്കിടും. കുട്ടപ്പന് കലി കയറി അവൻ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ വില്ലൻ പറയും, നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് തന്നെ ഈ ഒരു സ്റ്റാറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്നെ ദ്രോഹിക്കാനോ ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രശ്നത്തില് തലയിടാനോ നിനക്ക് യാതൊരു അനുവാദവും ഇല്ല. പക്ഷെ കുട്ടപ്പൻ അതൊന്നും കേൾക്കാതെ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ നെജി ആവട്ടെ അവനെ തടയും. ഇവരുടെ ഗ്രാമത്തിന്റെ കാര്യത്തില് നമുക്ക് ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ല. നമ്മുടെ മിഷൻ അതിതല്ല. നമ്മൾ കോൺട്രാക്റ്റിന് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്താല് അത് ലീഫ് വില്ലേജിനെ നാണം കെടുത്തുന്ന പോലെയാണ്. അത് കേട്ട് ലീക്കും ഇപ്പൊ ഒരുപാട് ദേഷ്യം വരും. പക്ഷെ നെജി ആവട്ടെ, നമ്മളിപ്പോ തീർച്ചയായിട്ടും സംയമനം പാലിക്കണം. ആ ഒരു സ്റ്റാർ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക മാത്രമേ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ അനങ്ങാതെ നിൽക്കും. അപ്പൊ അഹങ്കാരത്തോടുകൂടെ ഇപ്പൊ വില്ലൻ പറയും, ഈ ഒരു സ്റ്റാർ പ്രാക്ടീസ് ചെയ്ത് ഗ്രാമത്തിന്റെ അഭിമാനം അത് ഉയർത്തിപ്പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇപ്പൊ എന്റെ കൂടെ വരാം. അത് കേട്ട് എല്ലാവരും ആ വില്ലന്റെ പിന്നാലെ പോകുമ്പോ ഒഗൂട്ടോ മാത്രം അവൻ പോവില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ സുമറുവിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോ അതിന് വില്ലൻ പറയും, ഈ ഒരു സുമറു അവൻ റോക്ക് നിഞ്ചയാണ്, അവന്റെ കൂടെ പോകുന്ന എല്ലാവരും ഈ ഒരു ഗ്രാമത്തിന് പുറത്ത് എത്രയും പെട്ടെന്ന് പോകണം. വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാര് കാട്ടിലേക്ക് പോകും. നെജി ആവട്ടെ
അവശരായി കിടക്കുന്ന അമ്മയ്ക്കും മകനും ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ കുട്ടപ്പൻ ഇപ്പൊ ദൂരത്തായിട്ട് ഒരു നക്ഷത്രം കാണിച്ചു കൊടുത്തിട്ട് പറയും, ആ ഒരു നക്ഷത്രമാണ് സുമറുവിനെ എപ്പോഴും കാത്തു പരിപാലിക്കുന്നത്. ഇതുപോലെ ഒരുപാട് നക്ഷത്രങ്ങള് നമ്മളെയും കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ഇവിടെ ലീക്ക് ഒരുപാട് വിഷമാവും. ഉടനെ നെജി അങ്ങോട്ട് വരുമ്പോ ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയുണ്ട്? അതിന് നെജി പറയും, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നക്ഷുകി അവളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. അവൾ ആ സ്റ്റാർ ജിപ്സു ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവളുടെ ചക്ര പോയിന്റ്സ് അതെല്ലാം തന്നെ വീക്കാണ്. ഒരു പക്ഷേ അവളുടെ ജീവൻ തന്നെ എത്രയും പെട്ടെന്ന് നഷ്ടമായേക്കാം. അത് കേട്ട് കുട്ടപ്പന് ദേഷ്യവും സങ്കടവും വന്ന് ആ ഒരു വൃത്തികെട്ട ഹൊക്കാകെ അവൻ ഒറ്റയൊരുത്തനാണ് ഇതിനെല്ലാം കാരണം. അവൻ എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കി ആ ചമ്മന്തി കൂട്ടി ഞാൻ ദോശ തിന്നേനെ. അതിന് നെജി, നമുക്കൊരിക്കലും അവരുടെ ഗ്രാമത്തിന്റെ കാര്യത്തില് ഇടപെടാനായിട്ട് അവകാശമില്ല. അങ്ങനെ ഇടപെട്ടാൽ അത് ക്ലയന്റിനോട് ചെയ്യുന്ന ഒരു ചീറ്റിംഗ് ആണ്. അത് പിന്നീട് ലീഫ് വില്ലേജിന് തന്നെ ഒരു ചീത്തപ്പേരായി മാറും. കട്ട് ചെയ്ത സുമറു അവന്റെ അമ്മ തൊട്ടടുത്ത് കിടക്കുന്ന കണ്ട് ചെറുപ്പത്തിൽ അവന്റെ അമ്മ അവസാനമായിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയ കാര്യം ഇപ്പൊ ഓർമ്മ വരും. അതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമത്തില് അവൻ അമ്മയെ നോക്കി നിൽക്കും. അത് കണ്ട് ഇപ്പൊ നച്ചുകിക്ക് ഒരുപാട് സങ്കടാവും. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നിനക്ക് ഈ അമ്മയോട് വെറുപ്പില്ലേ? നിന്നെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉപേക്ഷിച്ച് കടന്നുപോയി. ഞാൻ റോക്ക് നിഞ്ച ആയില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാമായിരുന്നു. എന്നോട് ദയവായി നീ ക്ഷമിക്കില്ലേന്ന് ചോദിച്ച് അവളാവട്ടെ സുമറുവിന്റെ അടുത്തേക്ക് പോകുമ്പോ അവൻ പറയും, എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമ്പോ എന്നെ അവസാനമായിട്ട് വിട്ടുപിരിഞ്ഞു പോയ ആ ഒരു രംഗമാണ് എന്റെ മനസ്സിൽ മുഴുവനായിട്ടും ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത്. തേർഡ് ഹൊക്കാകെ അദ്ദേഹം എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോയെന്നാണ്. നിങ്ങൾ രണ്ടുപേരും നക്ഷത്രങ്ങളായി എന്നെ എപ്പോഴും നോക്കി നിൽക്കുന്നു എന്ന് കരുതിയാണ് ഇത്രയും കാലവും ഞാൻ ജീവിച്ചത്. എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ ഒരു ചെയിനാണെന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവസാനമായിട്ട് കൊടുത്ത ആ ഒരു ചെയിൻ എടുത്ത് കാണിക്കും. അപ്പൊ നക്ഷുക ആവട്ടെ അവളുടെ കയ്യിലുള്ള ചെയിന് അതും പുറത്തേക്ക് എടുക്കും. രണ്ടുപേരും കരഞ്ഞ് അവരുടെ കണ്ണീര് ആ ഒരു ചെയിനിൽ വീഴുമ്പോ ഇപ്പൊ അമ്മയും മോനും അങ്ങനെ തന്നെ കെട്ടിപ്പിടിക്കും. അവൻ ഒരുപാട് വിഷമത്തിൽ ചോദിക്കും, അവസാനമായിട്ട് പോകുമ്പോ നിങ്ങൾക്ക് എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഞാൻ ചെറുപ്പത്തില് ഒറ്റയ്ക്ക് ഒരുപാട് വിഷമിച്ചാണ് ഇവിടെ ജീവിച്ചത്. അവന്റെ അമ്മ അങ്ങനെ തന്നെ അവനെ എടുത്ത് മടിയിലിരുത്തി ഇപ്പൊ ഒരു പാട്ട് പാടാനായിട്ട് ആരംഭിക്കും. അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ അവനെ മയക്കി കിടത്തി നമ്മുടെ ആള് സ്വപ്നത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവനെ തട്ടി എഴുന്നേൽപ്പിക്കും. സുമറു, നിന്റെ അമ്മ എവിടെയും ചോദിക്കുമ്പോ അവൻ ഞെട്ടിയിട്ട് ഇപ്പൊ ചുറ്റുംപുറം ഒക്കെ നോക്കും. അവൻ ചുറ്റുംപുറം എല്ലാം തന്നെ ഇപ്പൊ അരിച്ചു പെറുക്കും. അമ്മ എന്നെ വീണ്ടും ഉപേക്ഷിച്ചു പോയോ എന്നവൻ ചിന്തിക്കുമ്പോ നക്ഷുക ആവട്ടെ അവൾ അവളുടെ മുഴുവൻ പവർ എടുത്ത് ഇപ്പൊ സ്റ്റാർ വില്ലേജിലേക്ക് തന്നെ കടന്നു വരും. ഇനി ഒരിക്കലും ആ ഒരു സ്റ്റാർ പ്രാക്ടീസ് ചെയ്ത് ഈ ഗ്രാമത്തില് ആരും മരിക്കാൻ പാടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ ഒരു കോട്ടയ്ക്കകത്ത് കയറുമ്പോ ഇവിടെ കുട്ടപ്പനും നെജിയും അങ്ങനെ എല്ലാവരും അവളെ എങ്ങനെയെങ്കിലും തടയാനായിട്ട് ഇപ്പൊ സ്റ്റാർ വില്ലേജിലേക്ക് തന്നെ ഓടി വരികയാണ്. നക്ഷുകി വീണ്ടും അവളുടെ ബീസ്റ്റിന്റെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവളുടെ ജീവൻ തന്നെ നഷ്ടമാവും. അതെങ്ങനെയെങ്കിലും തടയണമെന്ന് നെജി പറയുമ്പോ ഇവിടെ നക്ഷുകയാവട്ടെ അവള് പതിയെ ഇപ്പൊ കോട്ടയ്ക്കകത്ത് കയറി സ്റ്റാർ ഇരിക്കുന്ന അതിന്റെ താഴെയായിട്ട് കല്ലിൽ ഇപ്രകാരം എഴുതും, ഈ സ്റ്റാർ കാരണമാണ് ഒരുപാട് പേര് ഇന്ന് മരിച്ചുപോയത്. ഇനി ഇത് കാരണം ആരും തന്നെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൾ ഉടൻ തന്നെ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്തോ ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ 3 ഇഡിയറ്റ്സ് ഹൊക്കാഗയുടെ 3 ശിങ്കടികൾ വന്ന് അവരങ്ങനെ തന്നെ കത്തിയെടുത്ത് നക്ഷുകയുടെ പുറത്ത് അങ്ങനെ കുത്തിയിറക്കും. അവൾ കഷ്ടപ്പെട്ട് ആ ഒരു ബീസ്റ്റിന്റെ പവർ പുറത്തെടുക്കും. പക്ഷെ അപ്പോഴേക്കും അതിന്റെ സൈഡ് എഫക്റ്റ് കാരണം അവൾ രക്തം കക്കി അങ്ങനെ താഴെ വീഴും. അവൾ തറയിലായിട്ട് സുമറു എന്നെ കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായില്ല എന്ന് എഴുതി വെക്കും. കട്ട് ചെയ്ത ഇവിടെ സുമറുവും കുട്ടപ്പനും അങ്ങനെ എല്ലാവരും ഇപ്പൊ സ്റ്റാർ വില്ലേജിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് സുമറുവിന്റെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് ഞെട്ടിയിട്ട് ഇപ്പൊ എല്ലാവരും എന്തുപറ്റി, എന്താ ഉണ്ടായേ എന്ന് അവനോട് ചോദിക്കുമ്പോ അവൻ ദേഷ്യപ്പെട്ടു പറയും, എന്റെ അമ്മ മരിച്ചുപോയി. കട്ട് ചെയ്ത ഇപ്പൊ വില്ലൻ അക്കഘോഷി ആവട്ടെ സ്റ്റാർ വില്ലേജിലുള്ള എല്ലാവരെയും അവന്റെ മാൻഷനിലേക്ക് വിളിച്ചു കൂട്ടും. അവൻ എല്ലാവരോടുമായിട്ട് പറയും, ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ 4th ഹൊക്കാഗെ. നിങ്ങളുടെ ആദ്യത്തെ മിഷൻ അതിപ്പോ തന്നെ ഞാൻ തരാൻ പോവുകയാണ്. റോഡ് നിഞ്ച ആയിട്ടുള്ള സുമറുവിനെയും ഹൊഗൂട്ടോയെയും അവരുടെ കൂടെ തന്നെ ലീഫ് വില്ലേജിലുള്ള നിഞ്ചകളും അവരാരും നമ്മുടെ ഗ്രാമത്തില് ഇനി കയറാൻ പാടില്ല. അതിന് നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് മിഷൻ. അഥവാ ഒരു ഗ്രാമത്തിലേക്ക് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരവിടെ വെച്ച് തന്നെ കൊന്നു തള്ളണം. ഇത് രാജകൽപ്പനയാണെന്ന് പറയുമ്പോ നമ്മുടെ സുമറു ആവട്ടെ
എന്റെ അമ്മയെ കൊന്നവനെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പാഞ്ഞു വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.